ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കേട്ടിട്ടാണ് ഞാൻ ഓജി എന്ന് പറയുന്ന പവൻ കല്യാണിന്റെ മൂവി കാണുന്നത്. ഈ ഓജി എന്ന് പറയുന്ന ഒറിജിനൽ ഗാങ്സ്റ്റർ ഒന്നും അല്ല, ഓജിസ് ഗംഭീര എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ ഷോർട്ട് ആക്കി ഇട്ടിരിക്കുന്നത്. നല്ല ഗംഭീരമായിട്ടുള്ള പേരാണ്, സൂപ്പർ ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ ട്രെയിലർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കട്ട്സ് ഒക്കെ ഉള്ള നല്ല കിട്ടിലെ എൻഗേജിംഗ് ആയിട്ടുള്ള ട്രെയിലർ ആയിരുന്നു. ആൻഡ് പവൻ കല്യാണിന്റെ അങ്ങനെ വലിയ മൂവീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ലാസ്റ്റ് കണ്ട അയ്യപ്പൻ ഘോഷ റീമേക്ക് ആയിരുന്നു. ആൻഡ് അതിനുശേഷം വേറെ മൂവീസ് ഒന്നും കണ്ടിട്ടില്ല, കാരണം അത് തന്നെ സഹിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് പോയെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ ഓവർ ദ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന, അതായത് ലോജിക് ഒന്നും ഇല്ലാതെ ഭയങ്കര മാസ് മസാല ആയിട്ടുള്ള ബോംബും വെടിയും പുകയൊക്കെ കാണാൻ ഒരു പോയിന്റ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ത്രില്ലറും സയൻസ് ഫിക്ഷനും ആക്ഷനും ഫീൽ ഗുഡും കണ്ടുകൊണ്ടിരുന്ന പോലല്ലോ ഇതുപോലത്തെ ഒരു ഐറ്റമൊക്കെ കാണുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ, അതായത് ലൈക്ക് ലോജിക്കും വലിയ കഥയൊന്നും കാണത്തില്ല, പക്ഷെ ആ ഒരു എൻ്റെ മൂവി ഭയങ്കര മാസ് മസാലായിട്ട് ഫുൾ ആക്ഷനും വയലൻസ് ആയിട്ട് പോകുന്ന ഒരു ത്രെഡ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ്. സോ ആ ഒരു മൈൻഡിലാണ് സിനിമയ്ക്ക് പോകുന്നത്. ഞാൻ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ലോജിക്കൊക്കെ വീട്ടിൽ വെച്ച് പൂട്ടിയിട്ട് തന്നെ പോകുന്നത് എനിക്കറിയാം, കാരണം ഈ സിനിമ അങ്ങനത്തെയാണ്. ആൻഡ് എൻ്റെ മെയിൻ റീസൺ പവൻ കല്യാണാണ് ഓഫ് കോഴ്സ്. ആൻഡ് സിനിമ കണ്ടു നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫസ്റ്റിൽ കാണിക്കുന്ന ആ ഒരു ബോംബെ, ലൈക്ക് ഒരു 70-80s ബോംബെയിലെ ഒരു പോർട്ടും ജപ്പാനീസ് മാർഷൽ ആർട്സും ആ ഒരു കട്ടാന സോഡും മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചുകൊണ്ട് വരുന്ന ഒരു പയ്യൻ, അവന്റെ ഇൻട്രോ ഒരു ഷിപ്പിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ആ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ നല്ല കിടിലുമായിരുന്നു. പവൻ കല്യാണിന്റെ ഇൻട്രൊഡക്ഷൻ ആയാലും ഈ ഒരു മൂവിയിൽ സ്റ്റണ്ട് ആയാലും എല്ലാം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ശരിക്കും നമുക്ക് ഈ ഒരു എലമെന്റ്, ആ ഓവർ ദ ടോപ്പിൽ നിൽക്കുന്ന ഒരു മാസ് മസാല ഐറ്റം ഇഷ്ടമുള്ളവർക്ക് നല്ല രീതിക്ക് വർക്കാവുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഞാൻ ഈ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ഞാൻ വെച്ചു, മാൻ പൊളിയായിരിക്കുമല്ലോ, അപ്പോൾ സെക്കൻഡ് ഹാഫ് എന്തായാലും അടിപൊളിയായിരിക്കും. കാരണം ഫസ്റ്റ് ഹാഫ് അങ്ങനത്തെ ഒരു പോയിന്റ് കൊണ്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. നമ്മൾ ദാക്കു മഹാരാജ് കണ്ട ഒരു വൈബ് ചില ഏരിയയിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ സെക്കൻഡ് ഹാഫ് നേരെ കൊണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു പോയിന്റ് വരെ നല്ല അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വെച്ചിട്ട് ഒറ്റ ചവിട്ട് താഴോട്ട്, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു സെക്കൻഡ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എന്താണ് കാണിച്ചെന്ന് ഒരു പിടുത്തുമല്ല. സെക്കൻഡ് ഹാഫിൽ ഒരു പോയിന്റ് വരെ പവൻ കല്യാണിന്റെ ഒരു റീ എൻട്രി വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നീട് സിനിമയുടെ എൻഡ് വരെ ഇത് എങ്ങനെയെങ്കിലൊക്കെ തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു വൈബായിരുന്നു. അങ്ങനത്തെ രീതിയിലാണ് സിനിമ പോയത്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു വൈബും ആ ഒരു പ്രസന്റേഷനും അതേപോലെ സെക്കൻഡ് ഹാഫിൽ വന്നിരുന്നെങ്കിൽ ഓനെ ഇതൊരു കിടിലം പടം ആയനെ. മൂവി ഡയറക്ട് ചെയ്തതിന് സുജിത്താണ്, നമ്മൾ സാഹോയുടെ ഒക്കെ ഡയറക്ടറാണ്. പുള്ളിക്കാരൻ ഈ ഒരു മൂവിയിൽ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സാഹോയായിട്ട് ചെറിയൊരു ക്രോസ് ഓവർ വന്ന് പോകുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. യൂണിവേഴ്സായിട്ട് ഇനി കുറെ സിനിമയൊക്കെ ചെയ്യാനായിരിക്കും, പക്ഷെ അത് ചുമ്മാ കൊണ്ട് വെച്ചതുപോലെ എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫിൽ മൂപ്പര് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രസന്റേഷൻ, ഒരു ഫാൻ ബോയ് സംഭവം ഉണ്ട്. അത് അതുപോലെ ഒരു സെക്കൻഡ് ഹാഫിൽ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഫസ്റ്റ് ഹാഫ് ദാക്കു മഹാരാജ്, ഗുഡ് ബാഡ് അഗ്ലി, ഇങ്ങനത്തെ 2-3 മൂവീസിന്റെ ഒക്കെ ഒരു ചെറിയ റെഫറൻസ് പോലെ അങ്ങോട്ട് ഇവിടെ ഒക്കെ ഒന്ന് പോകുന്നുണ്ടെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബോംബെ 80s-70s ഒക്കെ കാണിച്ചിട്ട്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഗാങ്സ്റ്റർ മൂവിയിൽ വരുന്ന ഐറ്റം തന്നെയാണ്. പക്ഷെ ആ ഒരു ജാപ്പനീസ് മാർഷൽ ആർട്സും ഒരു കട്ടാന സോഡും അതിന്റെ ഒരു ഫൈറ്റ് സീക്വൻസും ആ ഒരു ഇൻട്രോ ഒക്കെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എന്താണ് സംഭവിച്ചത് ഒരു പിടുത്തമില്ല. ഇനി സെക്കൻഡ് ഹാഫിന്റെ സ്റ്റോറി ഇല്ലാത്തതുകൊണ്ടാണോ, ഫസ്റ്റ് ഹാഫ് മാത്രം വെച്ചിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ എനിക്ക് അറിയത്തില്ല. സെക്കൻഡ് ഹാഫിൽ മൂപ്പര് എന്തൊക്കെയോ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ക്യാരക്ടേഴ്സ് പോകണു, എന്തൊക്കെയോ ചെയ്യുന്നു, ഒരു തരത്തിലൊരു ഐഡിയ കിട്ടുന്നില്ല എന്താണ് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ രീതിയിലാണ് പോയിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് ഒക്കെ ചുമ്മാ വരുന്നു പോകുന്നു, കുറെ കൂളായിട്ടുള്ള ബാക്ക് സ്റ്റോറി പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, പിന്നെ അവരുടെ കുറെ റിവെഞ്ച് ഉണ്ട്, പിന്നെ കണ്ടുമടുത്ത ടെംപ്ലേറ്റ് സാധനങ്ങൾ പിന്നെ നമുക്കറിയാം ഈ സിനിമ എങ്ങനെയാണ് ലോജിക് ഇല്ലാതെ കാണണമെന്നൊക്കെ പറഞ്ഞാലും കണ്ടുമടുത്ത ഐറ്റം പിന്നെയും ഇങ്ങനെ വരുമ്പോൾ വെറുത്തും. അങ്ങനത്തെ കുറെ ഐറ്റം സെക്കൻഡ് ഹാഫിലുണ്ട്. ഈ ഒരു മൂവിയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തമന്റെ മ്യൂസിക് ആണ്. മാൻ കിഡുലെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഓരോ സീക്വൻസ് പുള്ളിക്കാരൻ എലിവേറ്റ് കൊണ്ടുവന്ന ടോപ്പ് നോച്ച് ആയിരുന്നു. കാരണം മൂപ്പർക്ക് അറിയാം വേറെ ഒന്നും ഈ സിനിമയിൽ വർക്ക് ആവത്തില്ല, മൂപ്പർ മ്യൂസിക് ഇട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ആവത്തുള്ളൂ. കാരണം അത്ര ഡൗൺ ആയിട്ടിരിക്കുന്ന സീക്വൻസ് പോലും മൂപ്പറുടെ മ്യൂസിക്കിൽ വേറെ ലെവലായിട്ട് പോകുന്നുണ്ട്. ആൻഡ് അടുത്തെന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് പൊളിയായിരുന്നു. ആ ഒരു കറ്റാന സോഡും ജാപ്പാനീസ് മാർഷൽ ആർട്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടായി. അതിന്റെ കൊറിയോഗ്രാഫി ആ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി പവൻ കല്യാണിന്റെ ഒരു ഇൻട്രോ ഉണ്ട്, അവിടുത്തെ സീക്വൻസ് ആയാലും അങ്ങനത്തെ കുറെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ വൈസ് സിനിമ ടോപ്പ് നോച്ച് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം അടിപൊളിയാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന രവി കെ ചന്ദ്രനും മനോജുമാണ്, ആൻഡ് എഡിറ്റ് ചെയ്തിരിക്കുന്ന നവീനാണ്. ഈ 3 പേര് നല്ല അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്. സിനിമയിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. ടെക്നിക്കൽ വൈസ് ആയാലും ശരി, മൂവിയുടെ മേക്കിംഗ് ആയാലും എക്സിക്യൂഷൻ ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ആകെ ഈ ഒരു മൂവിയുടെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒന്ന് ഈ മൂവിയുടെ സ്ക്രീൻ പ്ലേ, മറ്റൊന്നും പവൻ കല്യാണമാണ്. ഈ 2 കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വേറെ ലെവലോട്ട് പോയെന്നെ മൂവി. കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു. അതേ വൈബിൽ അതേ ഒരു എൻഗേജിങ് ഫീൽ ആയിട്ട് ആ ഒരു മേക്കിംഗ് എക്സിക്യൂഷൻ ഒക്കെ വെച്ച് സെക്കൻഡ് ഹാഫും കൂടി പോയിരുന്നെങ്കിൽ അടിപൊളിയായനെ. ആ സെക്കൻഡ് ഹാഫിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഇമ്രാൻ ഹാഷ്മിയുടെ ആ ഒരു ലുക്കും ക്യാരക്ടറൊക്കെ ആയിരുന്നു. കാരണം മൂപ്പർ കൊടുത്ത റോൾ മൂപ്പർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വന്ന ഓരോ സീക്വൻസും നല്ല ഓവറായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിലുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും നന്നായിട്ട് ആക്ട് ചെയ്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ തള്ളി മറിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറെ സിനിമയിൽ കുറെ ആൾക്കാർ വരത്തില്ല. അങ്ങനെ ആക്ടേഴ്സ് ഈ ഒരു മൂവിൽ ഉണ്ടായിരുന്നു. മറ്റുള്ള മൂവീസിലൊക്കെ ആണെങ്കിൽ ഒരാളായിരിക്കും, പക്ഷേ ഇതിൽ എല്ലാവരും വരുന്നവനും പോകുന്നവനും എല്ലാവരും തള്ളും. ഓജി ആരാന്നറിയാം, ഓജി വന്നാൽ എന്ത് സംഭവിക്കുന്നറിയാം, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പോയനും വരുന്നവനും എല്ലാവരും തള്ളുന്ന ഒരു സിനിമയാണ്. ഞാൻ പിന്നെ എടുത്തു പറയാം, ലോജിക്കൊക്കെ വീട്ടിൽ വെച്ച് പൂട്ടിയിട്ട് വേണം ഈ സിനിമയ്ക്ക് പോകാനായിട്ട്, ഇൻ കേസ് പോകുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാസ് മസാല സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്ന പവൻ കല്യാണാണ്. അത്രേ ഉള്ളൂ. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.